തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇത്തവണ ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തകർപ്പൻ ഓഫർ ഓണം സ്വർണ്ണോത്സവം 2024. ആമിയ ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ ബമ്പർ സമ്മാനം 100 പവൻ സ്വർണം, ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. കൂടാതെ 1 ഗ്രാം സ്വർണം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. വാർത്തകൾ വിശദമായി. കുണ്ടൂർ ഉസ്താദ് 19ാമത് ഉറൂസ് ബുർദ മജ്ലിസ് വാർഷികത്തോടെ ഇന്ന് സമാപിക്കും. ഇന്ന് വൈകുന്നേരം 7 നടക്കുന്ന സമാപന സമ്മേളന ബുർദ വാർഷികത്തിൽ സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. സെയ്ദ് അലി ബാഫക്കി തങ്ങൾ പ്രാർത്ഥന നടത്തും. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. കർണാടക സ്പീക്കർ UT ഖാദർ, സ്പീക്കർ AN ഷംസീർ മുഖ്യാതിഥിയായിരിക്കും. ഡോക്ടർ അബ്ദുസലാം മുസ്ലിയാർ ദേവർഷോല, ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട്, ഫിർദോസ് സുറൈജി സക്കാഫി, അബ്ദുൽ മജീദ് അഹ്സനി ചങ്ങാനി എന്നിവർ ചടങ്ങിൽ സംസാരിക്കും. ബുർദ മജ്ലിസിന് പ്രമുഖ ബുർദ സംഘങ്ങൾ നേതൃത്വം നൽകും. സമാപന ദുവയ്ക്ക് സെയ്ദ് ഷിഹാബുദ്ദീൻ അഹ്ദൽ മുത്തന്നൂർ നേതൃത്വം നൽകും. ഇന്ന് രാവിലെ 9 നടന്ന അക്കാദമിക് കോൺഫറൻസ് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഫൈസൽ അഹ്സനി രണ്ടത്താണി മോഡറേറ്ററായി. കാലിക്കറ്റ് സർവകലാശാല അറബിക് വിഭാഗം തലവൻ ഡോക്ടർ അബ്ദുൽ മജീദ് വിശിഷ്ട അതിഥിയായി. കാലിക്കറ്റ് സർവകലാശാല ജേർണലിസം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നുഐമാൻ പ്രബന്ധം അവതരിപ്പിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് തസൂഫ് പഠനത്തിന് അബ്ദുൽ ജലീൽ സക്കാഫി ചെറുഷോല, മുഹിയുദ്ദീൻ ബുഖാരി ചെറു എന്നിവർ നേതൃത്വം നൽകും. 4 മണിക്ക് ഇ സുലൈമാൻ മുസ്ലിയാരുടെ ബുഖാരി ദർസ് നടക്കും. ഇന്നലെ രാവിലെ ഖത്മുൽ ഖുർആൻ നടന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് M അബൂബക്കർ പടിക്കലിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഉസ്താദിൻ്റെ സ്നേഹപരിസരം സംഗമത്തിൽ സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ ചറക്കാപ്പറമ്പ് പ്രാർത്ഥന നടത്തി. CP സൈദലവി ചെങ്ങര, വടശ്ശേരി ഹസൻ മുസ്ലിയാർ, PKM സക്കാഫി ഇരിങ്ങല്ലൂർ, ഷാജഹാൻ സക്കാഫി കാക്കനാട്, അബ്ദുൽ ഖാദർ അഹ്സനി മമ്പീതി, PKM ബഷീർ ഹാജി, ഹംസ മളാഹരി, കമ്മനം മുഹമ്മദ് കുട്ടി ഹാജി, ഹംസ മുസ്ലിയാർ ചിറക്കൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വൈകുന്നേരം നടന്ന തിരുനബി പഠനത്തിന് അനസ് അമാനി പുഷ്പഗിരി, ഷാഫി സക്കാഫി മുണ്ടമ്പ്ര എന്നിവർ വിഷയം അവതരിപ്പിച്ചു. അന്ന് ജയിച്ചു. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു യാത്ര കഴിഞ്ഞപ്പോൾ ആയിഷ ബീവി നല്ല ഈത്തപ്പഴവും കക്കിരിയൊക്കെ തിന്നിട്ട് തടിച്ചിട്ട് ഉമ്മ അങ്ങനെ സ്പെഷ്യൽ ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് തടിച്ചു. ഇറച്ചൊക്കെ ഇങ്ങനെ വെറുത്ത് വന്നു. ആയിഷ ബീവിനോട് ചോദിച്ച് ഒന്നുകൂടി മത്സരം നടത്തിയാൽ മത്സരം നടത്താണ്. ആയിഷ ബീവി പഴയ ഓർമ്മയിൽ വേഗം മടക്കമ്മേച്ച ഏറ്റെടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജയിച്ചു. അപ്പൊ ആയിഷ ബീവിക്ക് വിഷമാവോ എന്ന് വിചാരിച്ചിട്ട് സെയ്ദ് ഫളിൽ ജഫ്രി കുണ്ടൂർ പ്രാർത്ഥന നടത്തി. വൈകുന്നേരം 7 മണിക്ക് നടന്ന അനുസ്മരണ സമ്മേളനം ബഷീർ ഫൈസി വെണ്ണക്കോട് ഉദ്ഘാടനം ചെയ്തു. കുണ്ടൂർ ഉസ്താദിനെ നാം ഇവിടെ അനുസ്മരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് മഹാനവറുകളിൽ നിന്ന് നമ്മിലേക്ക് ആവാഹിക്കേണ്ട ഗുണങ്ങളാണ് കേൾക്കേണ്ടത്. എന്നിട്ട് അവരെ പോലെ ആവാനുള്ള ഒരു ശ്രമം നടത്തണം. എവിടെയാണ് കുണ്ടൂർ ഉസ്താദ് നമ്മിൽ നിന്നും മേൽപോട്ട് പൊങ്ങുന്നത്? അടിസ്ഥാനപരമായി സാധാരണക്കാരായ ഞാനും നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം ആരംഭിക്കുന്നത് മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു തറയിൽ വെച്ചുകൊണ്ടാണ് നമുക്കിടയിലെ ആ വ്യത്യാസം ഉരുത്തിരിഞ്ഞു വരുന്നത്. സെയ്ദ് ജലാലുദ്ദീൻ ജീലാനി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. അലീബ കവി ആറ്റുംപുറം, N അലി അബ്ദുള്ള, N മുഹമ്മദ് സ്വാദിഖ, അബ്ദുൾ റഷീദ് സക്കാഫി ഏലംകുളം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് നടന്ന റിഫായി റാത്തിബിന് കോയ കാപ്പാടും സംഘവും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.